ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. തയ്യാറാക്കുന്നതിനായിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി നമുക്ക് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ അടപ്പ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. അതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നു. വാടി വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് 3 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ചേർക്കുന്നത് ഒരു ഉരുളൻകിഴങ്ങും കൂടെ കുഞ്ഞായിട്ട് ഞൊറുക്കി അരിഞ്ഞ് അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതിലേക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും 2 തക്കാളിക്കയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടേണ്ടിയിട്ട് കുക്കറിൽ 1 വിസിൽ വരുമ്പം നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. ഇതൊന്ന് വെന്ത് കിട്ടേണ്ടിയിട്ടാണ്. കുക്കറിന് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ആ കുക്കറിൻ്റെ ആവിയിൽ ഇരുന്ന് ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് തയ്യാറായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ചട്ടി ഗ്യാസ് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വറുത്ത് എടുക്കണം. അത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിനകത്ത് വെന്തിരിക്കുന്ന കൂട്ടും കൂടെ അതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചുമന്നുള്ളി, ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കരിയാപ്പില. എന്നിട്ടത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വെന്ത് തയ്യാറായി വരുന്നതിന് വേണ്ടി നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ, നല്ല ചൂടുള്ള വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, നല്ലതുപോലെ ഒന്ന് കുറുകി വെന്ത് വരുന്നതിന് വേണ്ടി. നല്ലതുപോലെ അടപ്പെടുത്ത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലോട്ട് വീണ്ടും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ചേർത്ത് ഇളക്കി ഇനി വാങ്ങി വെക്കാം.